അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രണയം ദിവ്യമാണ്, അത് പവിത്രമാണ്. പ്രണയിക്കുന്ന ആളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. ആ ജീവിതം സ്വർഗീയമാണ്, ആനന്ദകരമാണ് എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെ വെറുപ്പിച്ച് മാതാപിതാക്കളെ കണ്ണുനീരിലാക്കി പ്രണയിക്കുന്ന ആളുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രണയം തലക്ക് പിടിച്ച് അയാളോടൊപ്പം ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്കൊരു പാഠമാകുന്നതിന് വേണ്ടി, അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ മുമ്പ് മറ്റൊരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയ കോഴിക്കോട് ജില്ലക്കാരിയായ ഷഹാനയുടെ കഥ പറയാം. ടി.പി. ഉസ്താദ് പറയുന്നത് പോലെ ഷഹാന എന്നു പേരുള്ള പെൺകുട്ടി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടി ആദ്യം തന്നെ പറയുന്നത്, ഞാൻ ഈ സംഭവമൊക്കെ പറയുന്നത് ഇതുപോലെ പ്രണയത്തിൽപ്പെട്ട് വഞ്ചിതരായി തോന്നുന്ന ആളുകളോടൊപ്പം ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്കൊരു പാഠമാകാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവം തന്നെ തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷഹാന ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും ഷഹാനയുടെ വോയിസ് ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല. യൂട്യൂബിലും മറ്റുമൊക്കെ ആ സഹോദരിയുടെ വോയിസുകൾ പല ആളുകളും എടുത്ത് ചർച്ച ചെയ്യുന്നത് കാണാൻ വേണ്ടി കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. മദ്രസയിലൊന്നും അധികം പഠിച്ചിട്ടില്ല. 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മദ്രസ പഠനം അവസാനിപ്പിക്കുന്നത്. അറബി ഒന്ന് കൂട്ടി വായിക്കാൻ പോലും കഴിയാത്ത പ്രായത്തിൽ മദ്രസ പഠനം അവസാനിപ്പിച്ചതാണ്. പിന്നീട് ആ പെൺകുട്ടി നന്നായി പഠിച്ച് കോഴിക്കോടുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ തന്നെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ പെൺകുട്ടിക്ക് അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അത്ര. അപ്പോഴാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പഴയ കാലത്തൊക്കെ പലരും ചെയ്യാറുള്ളത് പോലെ ഒരു കറക്കി കുത്തി ഒരു കോൾ ചെയ്തത്. തൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ, ആ നമ്പർ ചെറുതായിട്ടൊന്ന് തെറ്റിച്ച് ആ സഹോദരി ഒന്ന് ഡയൽ ചെയ്യുന്നു. അതങ്ങ് എത്തിയത് തെക്കൻ കേരളത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായ, മതം പറയല്ല, ഒരു ക്രിസ്ത്യാനിയായ ഒരു യുവാവിൻ്റെ ഫോണിലേക്കായിരുന്നു ആ ഒരു കോൾ എത്തിയത്. അദ്ദേഹം എടുത്തു. നല്ല മനോഹരമായ സംസാരം. ആദ്യം ഒന്ന് കുറച്ച് വെറുതെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയതാണ്. പിന്നീട് ആ ഒരു സംസാരം പതിവായി ഇടയ്ക്കിടെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഷഹാന അങ്ങോട്ട് വിളിച്ച് തുടങ്ങി വെച്ച ഒരു ബന്ധമായിരുന്നു അത്. പിന്നീട് അവർക്കെന്തോ പരസ്പരം ഇഷ്ടം തോന്നി, അത് പ്രണയമായി, ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമായി. ഷഹാന പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, താങ്കളൊരു ക്രിസ്ത്യാനിയാണ്, അത് പ്രശ്നമാകുമോ? അപ്പോൾ അവൻ പറഞ്ഞത്രേ, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഏത് ജാതിയെയും ഏത് മതത്തിനെയും എൻ്റെ കുടുംബം ഇരു കൈയും നീട്ടി സ്വീകരിക്കും, ഇങ്ങോട്ട് വന്നോളൂ, നിനക്കിവിടെ സ്വർഗമായിരിക്കും. ഇവിടം സ്വർഗമാണ് എന്നുള്ള ഏതോ ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ടാണത്രേ അയാൾ ആ വീടിനെ പരിചയപ്പെടുത്തിയത്. വളരെ സന്തോഷകരമാണ് എൻ്റെ വീട്ടിലെ ജീവിതം, ഒരു പ്രയാസമില്ല, വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാം. എൻ്റെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും അവരൊക്കെ നന്നായി സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. അതുകൊണ്ട് നീ എന്നോടൊപ്പം ജീവിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നീ ഇന്നേവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിരിക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയുക എന്നാണത്രേ ഈ യുവാവ് പറഞ്ഞത്. അങ്ങനെ ഏതായാലും ഷഹാനയ്ക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു, അവനോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഈ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഷഹാനയെ ഫോണിൽ വിളിക്കുന്നത്. നീ ഇപ്പോൾ തന്നെ എന്നോടൊപ്പം ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്. ഷഹാന ആദ്യം ഒന്നും മടിച്ചത്ര. അവൻ വീണ്ടും നീ ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നില്ല എങ്കിൽ ഞാൻ ഇവിടെയുള്ള ട്രെയിനിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഇയാൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഷഹാന ചില ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൻ കള്ളു കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കള്ളു കുടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചതത്രേ. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും കള്ളു കുടിച്ചിട്ടല്ല, നിന്നോടുള്ള പ്രണയം കാരണമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നീ ഇപ്പോൾ ഇറങ്ങി വരണമെന്ന്. ഷഹാന അവനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോഴാണ് ആ സഹോദരിക്ക് മനസ്സിലായത് സംഭവം താൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല, ഇവനൊരു കുടിയനാണ് എന്ന്. അവൻ്റെ വീട്ടിലധികം സൗകര്യങ്ങളോ ഒന്നുമില്ല, ഒരു നല്ലൊരു ബാത്റൂം പോലും ഇല്ല, മേൽക്കൂരയില്ലാത്തൊരു ബാത്റൂമായിരുന്നത്രേ, വളരെ മോശം രീതിയിലുള്ള ഒരു ബാത്റൂം. കള്ളുകുടിയന്മാരുടെ വീട്ടിലെ ബാത്റൂം അങ്ങനെയൊക്കെ തന്നെയല്ല സാധാരണ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത കള്ളുകുടിയന്മാരാണെങ്കിൽ പിന്നെ അവിടുത്തെ അവസ്ഥകളൊന്നും പറയുകയും വേണ്ടി വരില്ലല്ലോ. ചെന്ന് കയറിയപ്പോഴാണ് ആ സഹോദരിക്ക് സംഭവം മനസ്സിലായത്, താൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല, താൻ വലിയ അബദ്ധത്തിലാണ് പറ്റിയത്. ഇനി എങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ആ ഒരു പ്രയാസം ആ സഹോദരിയുടെ മനസ്സിലുണ്ടായി. കാരണം മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണല്ലോ, എങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും? പക്ഷേ
പിന്നീട് 1-2 ദിവസം കഴിയുമ്പോഴേക്കും ആ വീട്ടിലേക്ക് കയറി ചെന്ന് 1-2 ദിവസം കഴിയുമ്പോഴേക്കും ആ സഹോദരിയെ തന്നെ ഇവൻ കള്ളു കുടിച്ചു വന്ന് അവിടെ പുകയ്ക്കുന്നതിന് വേണ്ടി, കൊതുകും മറ്റൊക്കെ പോകുന്നതിന് വേണ്ടി ചകിരിയും മറ്റുമൊക്കെ കൂട്ടിവെച്ച് പുകച്ചിരുന്നത്ര, തീ കത്തിച്ചിരുന്നത്ര. അതിലേക്ക് ഈ സഹോദരിയെ തള്ളിയിടാൻ വേണ്ടി ഇവൻ ശ്രമിച്ചു എന്നും, അതുപോലെ പല നിലക്കും തന്നെ ദ്രോഹിക്കുന്ന പ്രവണതകളായിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഷഹാന തന്നെ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, തന്നോട് അവരുടെ കുടുംബത്തിലെ ഒരാൾ അപമര്യാദയായി പെരുമാറിയപ്പോൾ, മോശമായി തന്നോട് പെരുമാറിയപ്പോൾ ആദ്യം ഷഹാന കരുതിയത് അയാൾ ചിലപ്പോൾ അറിയാതെ കൈതട്ടിയതായിരിക്കും എന്നൊക്കെയാണ് അത്ര കരുതിയത്. പക്ഷെ വീണ്ടും അയാൾ തുടർച്ചയായി തന്നെ ശല്യം ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ട് ആ വിവരം ആ കുടുംബത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പ്രണയമാണ്, ജീവനാണ്, താനില്ലാതെ ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ തൻ്റെ ഈ ഒരു കാമുകനോട് പറഞ്ഞ സമയത്ത് അവനും ഈ ഷഹാനിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണത്രേ അവിടെ ഉണ്ടായത്. പിന്നെ ഇവൻ എന്നും താമരയാണ്, എപ്പോഴും ഫുൾ ടൈം വെള്ളത്തിലായിരുന്നത്രേ. അവിടെ വീട്ടിൽ എന്തെങ്കിലും ഇനി ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതിനിടയ്ക്ക് ഒരു ക്രിസ്മസ് വന്നു എന്നൊക്കെ ഷഹാന പറയുന്നുണ്ട്. ആ സമയത്ത് കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് അവരൊക്കെ കൂട്ടമായി മദ്യപിക്കുക. ഇടയ്ക്കിടെ ഇത് തന്നെയാണ് അത്ര ആ വീട്ടിലെ അവസ്ഥ. അയൽക്കാരും കൂട്ടുകാരൊക്കെ വന്ന് അവരെല്ലാവരും ചേർന്നിരുന്ന് കൂട്ടമായി മദ്യപിക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്രേ ഇപ്പറയുന്ന താൻ ഇറങ്ങിപ്പോയ തൻ്റെ കാമുകൻ്റെ കുടുംബം എന്ന് പറയുന്നത്. പോയിട്ട് അടുത്ത ദിവസം ഈ സഹോദരി ഷഹാന കാണുന്നത് കള്ളു കുടിച്ചിട്ട് സ്വന്തം അച്ഛനെ മർദ്ദിക്കുന്നതിന്, അച്ഛനെയോ അമ്മയാണെന്നാണ് തോന്നുന്നത്, അമ്മയെ മർദ്ദിക്കാൻ വേണ്ടി ഓടിക്കുന്നതായിരുന്നു അത്ര ഈ ഷഹാന ആ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച. അതാണ് ഇവൻ നേരത്തെ പറഞ്ഞ ഇവിടം സ്വർഗമാണ് എന്ന് പറഞ്ഞിരുന്ന ആ വീടിൻ്റെ അവസ്ഥ. ഏതായാലും പോയി അധിക ദിവസമൊന്നും ആയില്ല, ഏകദേശം 1 മാസത്തോളമൊക്കെ അവിടെ ഇങ്ങനെ സഹിച്ച് നിന്നത്ര ഷഹാന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി. പിന്നീട് ഇനി ഞാൻ ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ ഇതുപോലെ ഞാൻ നരകയാതന അനുഭവിക്കേണ്ടി വരും. ഏതായാലും എൻ്റെ ജീവിതത്തിനൊരു അബദ്ധം പറ്റി, ഇനി ഞാൻ തുടരാൻ ഞാൻ തയ്യാറല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് തീരുമാനിക്കുകയും അവിടെ എന്തൊക്കെയോ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, കോഴിക്കോട് പോകേണ്ട അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോവേണ്ട എന്തൊക്കെയോ ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി വന്നതാണത്രേ. പിന്നെ ഷഹാന അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. ഷഹാന ഇപ്പോൾ ഇത് തുറന്ന് പറയുമ്പോൾ ഷഹാന പറയുന്നുണ്ട് തുടക്കം തന്നെ, ആരെങ്കിലും ഇതുപോലെ ചിന്തിക്കുന്നുവെങ്കിൽ പ്രണയം ദിവ്യമാണ്, പവിത്രമാണ്, പ്രണയിക്കുന്ന ആളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ്റെ ആ മധുര സംസാരം കേട്ടിട്ട് അതിലാരെങ്കിലും വീണ് പോകുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ കണ്ടെത്തുന്ന ഒരു വരനെ സ്വീകരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വിവാഹങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ തന്നെ അങ്ങനെയുള്ള വിവാഹങ്ങൾ ബന്ധങ്ങളിലൂടെ സംഭവിച്ച അപകടങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നന്നായി അന്വേഷിക്കണം, കുടുംബത്തെ നന്നായി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രേമവിവാഹങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എന്ന് ഉള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ കാര്യമായിട്ട് എല്ലാവരും പറയാറുള്ളത്, അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഈ വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടി കഴിയും. അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കാനും അയൽക്കാരോട് അന്വേഷിക്കാനും നാട്ടുകാരോട് അന്വേഷിക്കാനും ഒക്കെ അവസരമുണ്ട്. അതുകൊണ്ട് കൂടുതൽ സേഫ്, ഈ പ്രണയവിവാഹങ്ങളെക്കാളും കൂടുതൽ സുരക്ഷിതത്വം അറേഞ്ച് മാരേജ് ആണ് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. അപ്പോൾ നന്നായി അന്വേഷിച്ചതിന് ശേഷം വിവാഹം കഴിക്കാനുള്ള എല്ലാ അവസരവും ഈ അറേഞ്ച് മാരേജിലുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന ആളുകളെ വിവാഹം കഴിക്കലാണ് അവരെ നമുക്ക് കൂടി ഇഷ്ടപ്പെട്ട, അല്ലാതെ മാതാപിതാക്കൾ ആരെങ്കിലും നമ്മുടെ തലയിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കണം എന്നല്ല, മറിച്ച് മാതാപിതാക്കൾ കണ്ടെത്തുന്ന ആൾ നമ്മളും കൂടി ഒരു അന്വേഷണമൊക്കെ നടത്തി, നമ്മുടേതായ ഒരു അന്വേഷണമൊക്കെ നടത്തി അയാൾ കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന പക്ഷം അയാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് വിളിച്ചു പറയാൻ നമ്മുടെ മാതാപിതാക്കൾ ഒരു ഫോൺ കോൾ അകലെ അല്ലെങ്കിൽ വിളിപ്പാട് അകലെ അവരുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും നമുക്കുണ്ടാകും. അല്ലെങ്കിൽ അവരുണ്ട്, ഇനി ഇവൻ ഉപേക്ഷിച്ചാലും എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാം, എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ എന്നെ മർദ്ദിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് ധൈര്യമായി കയറി ചെല്ലാമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയെങ്കിലും ആ ഒരു ധൈര്യമെങ്കിലും നമുക്കുണ്ടാകും. അതേസമയം ഇതുപോലെ മാതാപിതാക്കളെ വെറുപ്പിച്ച് അവരെ തള്ളിപ്പറഞ്ഞ് അവരെക്കാളും വലുതാണ് എനിക്ക് ഇപ്പറയുന്ന പ്രണയം എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വലിയ പ്രയാസമായിരിക്കും. നമ്മൾ ചിലപ്പോൾ അത്തരത്തിൽ അവിടെ തന്നെ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതല്ലെങ്കിൽ നാം ആരോടൊപ്പമാണോ ഇറങ്ങിപ്പോയത് അവൻ്റെ കൈകൊണ്ട് നമ്മൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും.
അതല്ലെങ്കിൽ അവൻ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് ഒരു അടിമയെപ്പോലെ എല്ലാവിധ തെറ്റും ചെയ്ത് നരകയാതന അനുഭവിച്ചുകൊണ്ട് ചിലപ്പോൾ അവനോട് കൂടെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. തിരിച്ചു വരാനുള്ളവരൊക്കെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ അടുത്ത കാലത്ത് നമ്മൾക്കൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് പോകുന്ന ഒരു സീസൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സീസണാണ്. ഒരുപാട് പെൺകുട്ടികൾ അടുത്ത കാലത്തായി സ്വന്തം മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങി വന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ധാരാളം നമ്മൾ കേട്ടിരുന്നു. പലരും പറയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പോയവരെ എന്തിനാണ് തിരിച്ചെടുക്കുന്നത്, അവരെ വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവർക്ക് തെറ്റ് മനസ്സിലായി, ജീവിതത്തിൽ അബദ്ധം പറ്റി, മനുഷ്യനല്ല അബദ്ധം പറ്റി, അവർക്ക് അത് സംഭവിച്ചത് അബദ്ധമാണ് എന്ന് അവരുടെ ജീവിതാനുഭവം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി. അവർ തിരുത്താൻ തയ്യാറായി മടങ്ങി വന്നാൽ പിന്നെ നമ്മൾ അവരെ അകറ്റുകയല്ലല്ലോ ചെയ്യേണ്ടത്, അവരെ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രണയം നമ്മൾ നന്നായി ആലോചിക്കേണ്ടതാണ്. ഇന്ന് പ്രണയമില്ലാത്തവരൊക്കെ വളരെ കുറവാണ്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്നവരായാലും ഒക്കെ വലിയ വലിയ പ്രശ്നത്തിലേക്കാണ് പല പെൺകുട്ടികളുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഞാനിത് നേരത്തെ ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മതത്തെക്കുറിച്ച് പറഞ്ഞൊന്നല്ല കേട്ടോ. മതം ഏത് മതത്തിലും ചിലപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത് അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അങ്ങനെ ആയതൊന്നുമല്ല, മറിച്ച് അവൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലാതെ ഒരു മതത്തെ ആക്ഷേപിച്ച് പറഞ്ഞതൊന്നുമല്ല. ആരോടൊപ്പം പോയാലും സ്വന്തം മാതാപിതാക്കളുടെ പൊരുത്തത്തോടുകൂടെ പോവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മറ്റു മതസ്ഥരോടൊപ്പം മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത് അവർക്കൊരു പക്ഷേ ഈ മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം. പേര് മുസ്ലിം ആയതുകൊണ്ട് ആൾ മുസ്ലിം ആവണം എന്നില്ലല്ലോ. ഒരു മുസ്ലിമിൻ്റെ പേര് വെച്ചതുകൊണ്ട്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഒരാൾക്കും ഒരിക്കലും മുസ്ലിം ആവാൻ വേണ്ടി കഴിയില്ല. വിശ്വാസം മനസ്സിലുണ്ടാവേണ്ടതാണ്. മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമില്ലെങ്കിൽ, ഈ മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ അവരെന്തും ചെയ്യും. അള്ളാഹു പറയുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല, ഈ മതം വേണ്ട എന്നുള്ളവർ അവർ ചിലപ്പോൾ ആരോടുകൂടെയും പോകും. ഇതുപോലെയൊക്കെ കുറേ അനുഭവിക്കും. പിന്നീട് ചിലപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നരകയാതനകളും അനുഭവിക്കും. അവസാനം ചിലപ്പോൾ ഒന്നുകിൽ തിരിച്ചു വരും, അതല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ഏതായാലും അബദ്ധം പറ്റിയാലും ആരായാലും തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെയാണ് നല്ലത്. അള്ളാഹു എല്ലാവർക്കും നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.